നമസ്കാരം. അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യ. കേന്ദ്ര സർക്കാരിന് വേണ്ടി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഡൽഹിയിലെ ഇറാൻ എംബസി സന്ദർശിച്ചാണ് അനുശോചനം അറിയിച്ചത്. എംബസിയിൽ തയ്യാറാക്കിയ അനുശോചന പുസ്തകത്തിൽ അദ്ദേഹം ഒപ്പിടുകയും ഇറാൻ സ്ഥാനപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഖമേനി വധത്തിൽ ഇതുവരെ പ്രതികരിക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. സർക്കാരിന്റെ മൗനം ഇന്ത്യക്ക് നാണക്കേടാണെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഔദ്യോഗികമായി അനുശോചനം രേഖപ്പെടുത്തിയത്. ഇറാന്റെ യുദ്ധക്കപ്പൽ തകർത്തതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പ്രതികരിക്കാത്തതിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി നേരിട്ടെത്തി അനുശോചനം അറിയിച്ചത്. രാജ്യത്തിന് സുസ്ഥിരമായ ഒരു നേതൃത്വം ആവശ്യമായ സമയത്ത് പ്രധാനമന്ത്രി ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം പണയപ്പെടുത്തിയിരിക്കുകയാണെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചിരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിൽ പോലും മോദി സർക്കാർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ഈ മൗനം തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശും പ്രതികരിച്ചിരുന്നു. അതേസമയം ശ്രീലങ്കൻ തീരത്ത് ഇറാനിയൻ കപ്പൽ തകർത്ത സംഭവത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് വിമർശനം കടുപ്പിക്കുകയും ചെയ്തു. അതിഥിയെ വിളിച്ചു വരുത്തി അപമാനിച്ചുവെന്നും ഒന്നും മിണ്ടാത്ത ഇന്ത്യയുടെ നയം നാണക്കേടാണെന്നും കോൺഗ്രസ് വിമർശിച്ചു. സംഘർഷം തൊട്ടടുത്തെത്തിയിട്ടും പ്രധാനമന്ത്രി മിണ്ടുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. പ്രധാനമന്ത്രി വിട്ടുവീഴ്ച ചെയ്തുവെന്ന ആരോപണം വീണ്ടും ഉയർത്തിയാണ് രാഹുലിന്റെ പ്രതികരണം. പ്രധാനമന്ത്രി മറ്റുള്ളവരുടെ പാവയായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് പവൻ ഖേരയും കുറ്റപ്പെടുത്തിയിരുന്നു. അമേരിക്കയ്ക്ക് മുന്നിലെ കീഴടങ്ങൽ രാജ്യത്തിന്റെ അന്തസ്സില്ലാതാക്കലാണ്. പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിച്ചത് എന്തിനാണ്? ഖമേനി വധത്തിൽ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല. എപ്സ്റ്റൈൻ ഗ്യാങ്ങിൽ നിന്ന് അനുവാദം ലഭിച്ചാൽ മാത്രമേ പ്രധാനമന്ത്രി മൗനം വെടിയൂ. എപ്സ്റ്റൈൻ ഗ്യാങ്ങിന്റെ പിടിയിലാണ് മോദിയെന്നും പവൻ ഖേര പരിഹസിച്ചിരുന്നു. 38 കപ്പലുകളും 12,000 നാവികരും കുടുങ്ങിക്കിടക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിൽ വസുദേവ കുടുംബത്തിന്റെ കണിക പോലുമില്ല. പ്രധാനമന്ത്രിയുടെ മൗനം കുറ്റകരമാണ്. രാജ്യത്തിന്റെ പ്രതിച്ഛായകേറ്റ കളങ്കമാണ്. പ്രധാനമന്ത്രി സമ്മർദ്ദത്തിലാണ് ബജറ്റ് സമ്മേളനത്തോടെ വ്യക്തമായെന്നും വിമർശനമായിരുന്നു. എപ്സ്റ്റൈൻ ഫയലിൽ നിന്ന് ഗൗതം അദാനിയിൽ നിന്നും മോദിക്ക് സമ്മർദ്ദമുണ്ട്. പെട്രോളിയം മന്ത്രി എവിടെയാണെന്നറിയില്ല. എപ്സ്റ്റൈന്റെ പിടിയിലാണ്. കേന്ദ്രമന്ത്രിമാർ മൗനം തുടരുകയാണ്. മന്ത്രിമാർ ഇവിടെ വിദേശകാര്യമന്ത്രി ചിരിക്കുകയാണ്. എപ്സ്റ്റൈന്റെ സംഘം ജനാധിപത്യത്തെ തന്നെ അട്ടിമറിക്കുകയാണ്. ശബ്ദമുയർത്തുന്നവരെ നിശബ്ദമാക്കാൻ മാത്രമാണ് സർക്കാരിന് തിടുക്കം. അപലപിക്കാൻ പോലും കഴിയുന്നില്ല. ഇതാണോ പുതിയ ഇന്ത്യയെന്നുമായിരുന്നു പവൻ ഖേര വിമർശിച്ചത്. ഇതിനിടെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനിക സംഘർഷങ്ങൾ ഒന്നിനും പരിഹാരമല്ലെന്ന് മാത്രമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ഏതു തരത്തിലുള്ള സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ സാധ്യമാകൂ എന്നും മോദി പറഞ്ഞു. ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെബിനൊപ്പം ഡൽഹിയിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. ആഗോള പ്രതിസന്ധികൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര സംഘടനകളുടെ നവീകരണം ഉടൻ നടപ്പിലാക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ തുടരുമെന്നും മോദി പറഞ്ഞു. ഇന്ത്യയും ഫിൻലൻഡും നിയമവാഴ്ച, ചർച്ചകൾ, നയതന്ത്രം എന്നിവയിൽ വിശ്വസിക്കുന്നു. സൈനിക സംഘർഷത്തിലൂടെ മാത്രം ഒരു പ്രശ്നവും പരിഹരിക്കാനാവില്ലെന്ന് ഞങ്ങൾ പറയുന്നു. യുക്രൈൻ ആയാലും പശ്ചിമേഷ്യ ആയാലും സംഘർഷങ്ങൾ വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിനും സമാധാനത്തിനായിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങൾ പിന്തുണ നൽകുന്നത് തുടരും. വളർന്നു വരുന്ന ആഗോള വെല്ലുവിളികളെ നേരിടാൻ അന്താരാഷ്ട്ര സംഘടനകളെ പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ രൂപത്തിലുമുള്ള തീവ്രവാദത്തെയും വേരോടെ പിഴുതെറിയണമെന്നും മോദി പറഞ്ഞു. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ബുധനാഴ്ച വൈകിട്ടാണ് ഫിൻലൻഡ് പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. അതേസമയം ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ ഇറാനിൽ മരണം 1100 പിന്നിട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. 5000-ലേറെ പേർക്ക് പരിക്കുണ്ട്. ഇറാന്റെ മിസൈൽ, ഡ്രോൺ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുന്നതിലാണ് ഇപ്പോൾ പ്രധാനമായി അമേരിക്കയും ഇസ്രായേലും ശ്രദ്ധയൂന്നുന്നത്. മറുവശത്ത് ഗൾഫ് മേഖലയിലേക്ക് ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണം തുടരുകയാണ്. സൗദിയിൽ നിരവധി തവണ ആക്രമണങ്ങൾ നടന്നു. അൽഖർജിൽ 3 ഡ്രോണുകൾ കൂടി തകർത്തതായി സൗദി അറേബ്യ അറിയിച്ചു. അമേരിക്കയും ചൈനയും ഇന്ത്യയുമായി സംസാരിച്ചതായും സൗദി അറിയിച്ചു. ഗൾഫ് മേഖലയിൽ ഇന്ധന കപ്പലിൽ ചോർച്ചയുണ്ടായതായിട്ടാണ് വിവരങ്ങൾ. സ്ഫോടന ശബ്ദത്തിന് പിന്നാലെയാണിത്. മുബാറക് അൽ ഖബീർ തീരത്തിന് 60 കിലോമീറ്റർ അകലെയാണ് സംഭവം. എന്നാൽ ഇത് കുവൈത്തിന്റെ തീരത്തല്ലെന്ന് കുവൈത്ത് ഭരണകൂടം വ്യക്തമാക്കി.